വെള്ള, നീല റേഷൻ കാർഡ് ഉള്ളവരിൽ അർഹരായവർക്ക് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുവാൻ സാധിക്കുന്നതാണ്. ഇതിനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. ജൂൺ 15 വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. ഓൺലൈനായാണ് അപേക്ഷ നൽകേണ്ടത്. അർഹരായ കാർഡുടമകൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങളോ ജനസേവന കേന്ദ്രങ്ങളിൽ വഴിയോ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. നീല, വെള്ള കാർഡുകളിൽ അർഹരായിട്ടുള്ള എല്ലാവർക്കും തന്നെ പിങ്ക് കാർഡിലേക്ക് മാറാൻ സാധിക്കുന്നതുമാണ്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ കൃത്യമായ രേഖകൾ ആവശ്യമായിട്ട് വരും. വീടിന്റെ തറവിസ്തീർണം തെളിയിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം ആവശ്യമായിട്ടുള്ള രേഖയാണ്. സ്ഥലത്തിന്റെ 2025 വർഷത്തെ നികുതി രസീത്തും പഞ്ചായത്ത് സെക്രട്ടറിയുടെ BPL സാക്ഷ്യപത്രവും അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യമായിട്ട് വരും. വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരാണെങ്കിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും പിങ്ക് കാർഡിലേക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള രേഖയാണ്. ഭവന നിർമ്മാണ പദ്ധതി വഴി വീട് വെച്ചവർ, ജീർണാവസ്ഥയിലുള്ള വീടുള്ളവർ, വൈദ്യുതി, കുടിവെള്ളം, ശുചിമുറി എന്നിവ ഇല്ലാത്തവർ അത് തെളിയിക്കുന്ന സാക്ഷ്യപത്രവും ആവശ്യമായിട്ടുള്ള രേഖ തന്നെയാണ്. പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർ ക്ഷേമനിധി അംഗത്വത്തിന്റെ പാസ്ബുക്കിന്റെ പകർപ്പും അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖയാണ്. മാരക രോഗമുള്ളവർ വീടുകളിൽ ഉണ്ടെങ്കിൽ പിങ്ക് റേഷൻ കാർഡിലേക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ മുൻഗണന ലഭിക്കും. അതിനാൽ മാരക രോഗമുള്ളവർ അത് തെളിയിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്. റേഷൻ കാർഡിലെ ഏതെങ്കിലും അംഗം സർക്കാർ ജോലിയോ അർദ്ധ സർക്കാർ ജോലിയോ ഉണ്ടെങ്കിൽ പിങ്ക് കാർഡിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധ്യമല്ല. പൊതുമേഖലാ ജീവനക്കാരനാണെങ്കിലും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കില്ല. ആദായ നികുതി അടയ്ക്കുന്നവർക്കും പ്രതിമാസം 25,000 രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവർക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല. സർവീസ് പെൻഷൻ വാങ്ങുന്ന ആരെങ്കിലും റേഷൻ കാർഡിലെ അംഗമാണെങ്കിൽ അവർക്കും പിങ്ക് കാർഡിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കില്ല. 1000-ൽ കൂടുതൽ ചതുരശ്ര അടിയുള്ള വീടിന്റെ ഉടമ, സ്വകാര്യ ആവശ്യത്തിനായി 4 അതിലധികമോ ചക്രവാഹനമുള്ള ഉടമ എന്നിവർക്കും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല. നീല, വെള്ള കാർഡിൽ അർഹരായിട്ടുള്ള എല്ലാവർക്കും തന്നെ പിങ്ക് കാർഡിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ജൂൺ 15 വരെയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ജനസേവന കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. പിങ്ക് കാർഡിലേക്ക് മാറുകയാണെങ്കിൽ സൗജന്യമായ റേഷനും കൂടാതെ ചികിത്സാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് സബ്സിഡി പോലും ലഭിക്കാത്ത സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത്. നീല റേഷൻ കാർഡിന് അംഗത്തിന് 2 കിലോ അരി വീതമാണ് ലഭിക്കുന്നത്. അതിനാൽ അർഹരായിട്ടുള്ളവർ നീല, വെള്ള റേഷൻ കാർഡുകൾ ഉണ്ടെങ്കിൽ അവർ കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്.